I request Dr. Sriram to enlighten you with his experiences. Dr. Sriram. Respected dignitaries on the dais, Sandhya madam, Alphonse sir, all my friends and dear parents and children. So, Alphonse സാറിൻ്റെയും മാഡത്തിൻ്റെയൊക്കെ എന്താ പറയുക തീപ്പൊരി പ്രസംഗം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്താ പറയേണ്ടതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഐ ഹാവ് നോ ഐഡിയ. ബട്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഞാനും ആൽബിയും ഒക്കെ ഞങ്ങൾ കുറേ പേര് ഇതുപോലെ 2-3 ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ സാറിനും മാഡമൊക്കെ പറഞ്ഞത് വെച്ച് മനസ്സിലായി ദേ ഡി നോട്ട് ഹാവ് മെനി പീപ്പിൾ ടു ലുക്ക് അപ്പ് ടു വെൻ ദേ വർ പ്രിപ്പയറിങ്. ഇങ്ങനെ നേരിട്ടൊന്നും IAS ഒന്നും കാണാനോ അവരുടെ അടുത്ത് സംസാരിക്കാനോ അവരെ പറ്റി കഥകളൊന്നും കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാറിൻ്റെ മാഡത്തിൻ്റെയൊക്കെ കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു ഞാനും ആൽബിയൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമ അല്ലേ, മലയാള സിനിമ എന്ന് പറയുമ്പോൾ IAS മലയാള സിനിമ ഒരുമിച്ച് പറയുമ്പോൾ ഒരു പേരെ മനസ്സിൽ വരുള്ളൂ, കിങ് അല്ലേ, മമ്മൂക്കയുടെ കിങ്. അപ്പോൾ അത് തീർച്ചയായും എനിക്ക് തോന്നുന്നു ഞങ്ങളിൽ പലർക്കും അതുപോലെ ഇനി പ്രിപ്പയർ ചെയ്യുന്ന പലർക്കും മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. കാരണം സാറ് പറഞ്ഞ പോലെ നട്ടെല്ല് ഊരി വെക്കാതെ നിവർന്ന് നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നൊരു ഐഡിയൽ ഓഫീസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനകത്തെ ക്യാരക്ടറിനെ. അപ്പോൾ വളരെ റീസെൻ്റായിട്ടാണ് എനിക്കൊരു ഫാക്റ്റ് മനസ്സിലായത്, അത് ഞാൻ കേട്ടത്. ആ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഒരു ഫിക്ഷണൽ ക്യാരക്ടർ അല്ല, അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു IAS ലൈഫും പുള്ളിയുടെ വർക്കും ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറാണ് കിങ്ങിലെ മമ്മൂട്ടിയുടേത്. അപ്പോൾ ഇന്നത്തെ സാറിൻ്റെ സ്പീച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും മനസ്സിലായി അതിനകത്തെ ക്യാരക്ടർ മാത്രമല്ല ഒരുപക്ഷെ ഡയലോഗ്സ് വരെ അല്ലേ. സാറ് സ്പീച്ചിൻ്റെ ഇടയ്ക്ക് ഇന്ത്യ ഇന്ത്യ എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഈ ഡയലോഗ് ഒരുപാട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. സോ എന്തായാലും തീർച്ചയായിട്ടും അതും കൂടെ മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇതൊന്നും സിനിമയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിലും ഒക്കെ നമുക്ക് മുമ്പ് വന്നവരും വർക്ക് ചെയ്തവരും എല്ലാം ശരിക്കും അവരുടേതായ ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ച ഒരുപാട് കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ സിനിമയിൽ മാത്രമല്ല, ഈ കുറച്ച് ഓവറാണ് സിനിമയ്ക്കകത്ത്, എന്നാലും അതിൽ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളത് അൽഫോൺസ് സാറിനെ പോലെയും സന്ധ്യ മാഡത്തെ പോലെയുള്ളവർ അവരുടെ ലൈഫിലൂടെയും അവരുടെ വർക്കിലൂടെയും ഓൾറെഡി തെളിയിച്ച് കഴിഞ്ഞു. സോ എനിക്ക് തോന്നുന്നു സാറിനും മാഡത്തിനും ഒന്നും കിട്ടാതിരുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവരിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ശരിക്കും നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ എന്തൊക്കെ ആയിത്തീരണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലൂടെ ആയിത്തീർന്നവരും അതുപോലെ തന്നെ പ്രവർത്തിച്ചവരും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചവരൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ അൽഫോൺസ് സാറിനെ പോലുള്ളവരോടൊക്കെ ഡെയിലി ഫോണിൽ സംസാരിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ദാറ്റ് ഈസ് മോർ ദാൻ എ ഡ്രീം. അപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എപ്പോഴാണ് ഞാനിപ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഡെയിലി സാറിനോട് സംസാരിക്കുന്നുണ്ട് ഫോണിൽ. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല ഞങ്ങളാരും. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാറി വരുന്ന ഈ സിവിൽ സർവീസിനെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്, 4-5 കൊല്ലം ഇരുന്ന് പഠിക്കണം, ഡൽഹിയിൽ പോകണം. അപ്പോൾ അങ്ങനത്തെ പല തെറ്റിദ്ധാരണകളും ഇപ്പോൾ മാറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു പങ്ക് വഹിക്കുന്നത് അൽഫോൺസ് സാറിനെയും മാഡത്തെയും പോലുള്ള ഓഫീസേഴ്സാണ്. നമുക്ക് മുന്നിൽ വന്ന് പ്രവർത്തിച്ച് തെളിയിച്ചവരാണ്, നമ്മുടെ ഇൻസ്പിറേഷൻ ശരിക്കും അവർ തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നു അവരും അതേപോലെ ഇപ്രാവശ്യത്തെ റിസൾട്ട് മാഡം പറഞ്ഞ പോലെ കേരളത്തിന് ശരിക്കും സെലിബ്രേഷന് തീർച്ചയായിട്ടും വകയുണ്ടാക്കുന്ന ഒരു റിസൾട്ടാണ്. ആദ്യത്തെ 5 റാങ്കിൽ 3 മലയാളികൾക്ക്, അതുപോലെ തന്നെ ടോപ്പ് 100ലും അതുപോലെ ഫുൾ ലിസ്റ്റിൽ തന്നെ ഒരുപാട് മലയാളികൾ. തീർച്ചയായും എനിക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു റിസൾട്ടാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. സോ ഇതിൽ നിന്നൊക്കെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സിവിൽ സർവീസിനോടുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്, അവരുടെ ഒരു ചിന്താഗതി ഒരുപാട് മാറി വരുന്നുണ്ട്. സോ എന്താ പറയുക, നമുക്ക് പറ്റാത്തൊരു കാര്യമാണെന്നോ ഡൽഹിയിലോ നോർത്ത് ഇന്ത്യയിലോ ഉള്ളവർക്ക് മാത്രം പറ്റിയൊരു കാര്യമാണെന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഒരുപാട് മാറി. മലയാളികൾക്കും സാധിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഈ തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്താലും സിവിൽ സർവീസ് കിട്ടും, 1 കൊല്ലം കൊണ്ടും പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ റിസൾട്ടൊക്കെ ഈ സാറും മാഡം ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചും നമുക്കെല്ലാം മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലത്തുള്ള അക്കാഡമികൾ തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ വളരെയധികം വലിയൊരു ആവശ്യമാണ്. കാരണം എന്താണ് സിവിൽ സർവീസ് എന്നും ഇതിലോട്ട് വരുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും
കാര്യങ്ങളൊക്കെ കുട്ടികളെ നേരത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം മാഡവും പറഞ്ഞ പോലെ ഇതിൽ വരുന്നതിന് മുമ്പ് യു ഷുഡ് ഹാവ് എ ഗുഡ് ഐഡിയ വാട്ട് ദ സിവിൽ സർവീസ് സ്റ്റാൻഡ്സ് ഫോർ. മാഡം പറഞ്ഞ പോലെ ഒരുപാട് കാശ് ഉണ്ടാക്കാമെന്ന്, ഒരുപാട് പവറും പദവിയൊക്കെ അനുഭവിച്ച് സുഖിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയോടെ വരുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊന്നുമല്ല, വളരെ മോഡറേറ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലും, പക്ഷെ എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ രാത്രി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം, നല്ല മനസ്സോടെ, വിത്ത് എ ഫുൾ ഹാർട്ട് യു ക്യാൻ സ്ലീപ്പ് ഇൻ ദ നൈറ്റ്. നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നാട്ടുകാർക്ക് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും. സാറ് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും മാറ്റങ്ങൾ വരുത്താനും ആഗ്രഹിക്കുന്നവർ ഇതിലേക്ക് തീർച്ചയായും വരണം. അപ്പോൾ ആ ഒരു ആഗ്രഹവും ആ ഒരു മാറ്റവും കുട്ടികളിൽ വളരെ ഏർലി ആയിട്ട് തന്നെ ഇൻകൾക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു സാറിൻ്റെ ഒരു വിഷൻ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്നു. കാരണം ഡിഗ്രി കഴിഞ്ഞൊരു സമയത്തല്ല ഒരാൾ തിരിച്ചറിയണ്ടേ പെട്ടെന്ന് എനിക്ക് നാളെ തന്നെ പോയി കുറേ മാറ്റങ്ങൾ ചെയ്യാനുണ്ടെന്നോ നാട് നന്നാക്കാനുണ്ടെന്നോ. ആ ഒരു സമയത്തല്ല ശരിക്കും ഒരാളുടെ മനസ്സിലത് വരേണ്ടത്. കുറച്ചുകൂടി ചെറുപ്പത്തിൽ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ടേ കുട്ടികളെ കറക്റ്റായിട്ട് ഓറിയൻറ്റ് ചെയ്യുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും, അതുപോലെ തന്നെ വളരെ യങ് ആയിട്ടുള്ളൊരു ഏജിൽ അവരെ ഓറിയൻറ്റ് ചെയ്ത് സിവിൽ സർവീസിന് വേണ്ടി ട്രെയിൻ ചെയ്യാനും വേണ്ടി എനിക്കൊന്ന് സാറിൻ്റെ ഈ ഒരു വിഷൻ ഞാൻ തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതിന് എൻ്റെ ഉൾപ്പെടെ ഇപ്രാവശ്യം കിട്ടിയ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും അതിന് വേണ്ട സപ്പോർട്ടും സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടും പ്രാർത്ഥനകളും ഇതിന് പുറകെ ഉണ്ടാവും. ഇതുപോലെ ഇനിയും ഒരുപാട് ഐഡിയാസ്, പുതിയ ഐഡിയാസുമായി അൽഫോൺസ് സാറിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, Dr. Sriram.